ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. പെർഫെക്റ്റ് കൽത്തപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കണ്ണൂരുകാർക്ക് കൽത്തപ്പം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് കേട്ടോ. എന്ത് പരിപാടി ഉണ്ടെങ്കിലും നിർബന്ധമാണ് ഇത്. അപ്പോൾ സാധാരണ എല്ലാവരും പറയുക ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് കൽത്തപ്പം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളത് സിമ്പിളായിട്ട് ഉണ്ടാക്കി കാണിക്കുന്നതാണ് കേട്ടോ. ഫ്രൈ പാനിൽ ഭയങ്കര സിമ്പിളായിട്ട് നല്ല ആരെടുത്തിട്ടുള്ള കൽത്തപ്പമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഒന്ന് രണ്ട് പോയിൻറ്റ്സ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരിയാണ് വേണ്ടത്. ഞാനിപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നില്ല, ആ ഒരു അരി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെത് 250 ml മെഷറിംഗ് കപ്പാണ്. ഞാൻ 1 കപ്പ് അളവിൽ എടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കൽത്തപ്പം ഉണ്ടാക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേ അളവ് തന്നെ എടുക്കുക, അതായത് ഒരേ അളവ് പാത്രത്തിൽ തന്നെ എടുക്കുക കേട്ടോ. ഇപ്പം നമ്മളൊരു അളവ് പാത്രം ഇല്ലെങ്കിൽ ഗ്ലാസ് എടുക്കുന്നുണ്ടെന്ന് എല്ലാ ഐറ്റംസും ആ ഗ്ലാസ്സിൽ അളക്കുക, അത്രമാത്രം. ഇനിയിപ്പോൾ ഇത് ഞാൻ നല്ലപോലെ കഴുകി എടുത്തിട്ട് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ രാവിലെ കൽത്തപ്പം ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് കുതിർത്ത് വെക്കുക. എന്തായാലും ഒരു 5-6 മണിക്കൂറൊക്കെ നന്നായിട്ട് കുതിരണം കേട്ടോ, എങ്കിലേ നന്നായിട്ട് കിട്ടുള്ളൂ. അരി നന്നായിട്ട് കുതിർന്നതിന് ശേഷം വെള്ളം നല്ലപോലെ ഊറ്റിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അടുത്തത് 1/4 കപ്പ് അളവിൽ ചോറാണ് ചേർത്തോടുക. ഞാനിപ്പോൾ നോർമൽ വീട്ടിൽ വെക്കുന്ന പൊന്നിയരിൻ്റെ ചോറ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അഥവാ മട്ടേരിയുടെ ചോറൊക്കെ ആണെങ്കിൽ 1/4 കപ്പ് നിറയെ എടുക്കണ്ട കേട്ടോ, കുറച്ചൊന്ന് കുറക്കണേ. പിന്നെ വേണ്ടത് 2 ഏലക്കായ, അതിൻ്റെ ഉള്ളിലെ കുരുവില്ലേ അത് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ, തൊലി കളഞ്ഞിട്ട്. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകയില്ല, നമ്മുടെ ക്യൂമിൻ സീഡ്, അത് 1/4 ടീസ്പൂൺ. കുറേ എന്താ പറയുക, മുകളിലോളം നിറച്ചെടുക്കണ്ട, ഒന്ന് നിരത്തിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു പാകത്തിന്. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ് കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ, നമുക്കൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് അളവിൽ വെള്ളമാണ്, പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 1/2 കപ്പാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും തരികളില്ലാതെ മാക്സിമം അരക്കാൻ നോക്കണേ. അങ്ങനെ ഇത് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു മിക്സ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് വെള്ളം കുലുക്കി ഒഴിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യരുത് ഇതിലേക്ക്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലമാണ് എടുത്തിട്ടുള്ളത്, ശർക്കര. അപ്പോൾ എങ്ങനെ അളക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരി എടുത്തിട്ടുള്ള മെഷറിംഗ് കപ്പില്ലേ, അതിൽ ഇതുപോലെ കുറച്ച് വെള്ളം കുത്തിയെടുക്കുക, എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് അളന്ന് കൊടുക്കുക കേട്ടോ. അങ്ങനെ 250 ഗ്രാമാണ്, അല്ലാതെ മുഴുവനായിട്ട് 250 ഗ്രാം അളന്നിട്ട് കുത്തിയതല്ല, കുത്തിയെടുത്തതിന് ശേഷമുള്ള അളവ് കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളമാണ് വേണ്ടത്. വെള്ളം ഒരുപാട് ചേർക്കേണ്ട. എന്നിട്ട് രണ്ടും കൂടി ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മതി കേട്ടോ. ഈ ഒരു ശർക്കരയൊക്കെ ഒന്ന് മെൽട്ടായി കിട്ടണമെന്നേ ഉള്ളൂ, അല്ലാതെ കുറുക്കി എടുക്കുക തിക്കാക്കി എടുക്കുക അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി മൊത്തത്തിൽ. അങ്ങനെ ഇതാ ഇത്രയേ ഉള്ളൂ, കണ്ടില്ല നമ്മുടെ നന്നായിട്ട് ശർക്കര ഒന്നും കട്ടയൊന്നും ഇല്ലാതെ മൊത്തത്തിൽ മെൽട്ടായിട്ടുണ്ട്. ഇത്രയേ പരിപാടിയുള്ളൂ കേട്ടോ. എല്ലാം മെൽട്ടായ ഉടനെ തന്നെ ഇതുപോലെ ഒരു അരിപ്പ് എടുത്തിട്ട് ചൂടോടെ തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കിയിട്ടില്ലെങ്കിൽ, ചൂടോടെ തന്നെ ഇളക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ അരി അവിടെ ഇവിടെ വെന്ത് പോകും, എന്നിട്ട് കട്ട ഉരുണ്ട് കൂടി നിൽക്കും. അതില്ലാതിരിക്കാനാണ്. അപ്പോൾ ഇത് കണ്ടില്ല നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളമൊക്കെ റെഡിയാക്കുന്നതിന് മുന്നേ സ്പൂണും അരിപ്പയൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. കാരണം ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ നമ്മുടെ കൽത്തപ്പം ഫ്ലോപ്പ് ആവും. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ നിറയെ തന്നെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് സോഡയാണ്, പൗഡറല്ല. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൽത്തപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടോ. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റെപ്പൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, എങ്കിലും നന്നായിട്ട് കിട്ടിക്കോളും. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൂടോടെ തന്നെ കൽത്തപ്പം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഇത്രയുള്ള നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇത് കറക്റ്റാണ് കേട്ടോ. ഈ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ ഓവർ തിക്കല്ല, എന്നാൽ ഭയങ്കര ലൂസും അല്ല കേട്ടോ, ഈ ഒരു രീതിയിൽ. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അങ്ങനെ ഇത് നമ്മുടെ ഈ ഒരു പാനിലാണ് നമ്മൾ കൽത്തപ്പം റെഡിയാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഫ്രൈ പാനോ നോൺ സ്റ്റിക്കിൻ്റെ ഏത് ടൈപ്പ് പാനോ എടുക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പോള പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ വെറും വെളിച്ചെണ്ണയാലും മതി, ഓയിൽ എടുക്കണ്ട കേട്ടോ, കൽത്തപ്പത്തിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എണ്ണ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ രണ്ടും 1/4 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഒന്നങ്ങ് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. ആ ഒരു സമയത്ത് മാത്രം ഉള്ളിയും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മുടെ തേങ്ങാക്കൊത്ത് അന്നങ്ങ് കളറ് മാറി മൂത്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഓവർ കളറ് മാറിയിട്ട് ഇടാൻ നിൽക്കണം, അപ്പോൾ മൊത്തത്തിൽ അങ്ങ് കരിഞ്ഞ പോലെ ആയിപ്പോൾ. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നല്ലൊരു മണമാണ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത്.
അങ്ങനെ ഇത് നമ്മുടെ തേങ്ങാക്കൊത്ത് കാര്യങ്ങളൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി കേട്ടോ, ഒരുപാട് കറുപ്പിക്കാൻ വേണ്ടി വെക്കണ്ടേ. ഇനി ഇതിൻ്റെ നേരെ പകുതിയോളം നമുക്ക് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മാവ് ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് സൗണ്ടും ആ ഒരു തെറിക്കലൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ വരണമെങ്കിൽ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് മാവ് ഒഴിക്കുക. എന്നിട്ട് ഉടനെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതെന്തിനാ ഇങ്ങനെ രണ്ടാക്കി ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാവ് അതിൽ തന്നെ വെച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ സൈഡിലൊക്കെ പോയി നിൽക്കും. ഇങ്ങനെ ആകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും നമുക്ക് കിട്ടിക്കൊള്ളുമല്ലോ. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ അടച്ച് വെച്ച് കൊടുക്കുക. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ടൊരു 15 to 16 മിനിറ്റാണ് ഇതിൻ്റെ വേവിൻ്റെ സമയം എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഫ്ലെയിമിൻ്റെ വ്യത്യാസവും പാത്രത്തിൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ച് ചെറിയ അതായത് 1-2 മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവട്ടെ ടൈം, അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇതുപോലെ അടച്ച് വെക്കുമ്പോൾ ഇതുപോലെ ഹോളുള്ള അടപ്പ് എടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ആ ഒരു ആവി പുറത്ത് പോകണം, അതിൻ്റെ ഉള്ളിൽ കെട്ടിമുട്ടി നിൽക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആരെടുത്ത് നന്നായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെ ഇതാ കറക്റ്റ് 15 മിനിറ്റ് ആകുമ്പോൾ കണ്ടില്ല, ആ ഹോളിൽ കൂടി നല്ല ശക്തിയിൽ ആവി പോകുന്ന കണ്ടില്ലേ. നമ്മൾ കുക്കറിലൊക്കെ പോകുന്ന പോലെ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ അടപ്പ് എടുത്തിട്ട് ചരിച്ചിട്ട് മാറ്റിയെടുക്കുക കേട്ടോ. കാരണം അടപ്പിൽ അങ്ങനെ വെള്ളം, അതായത് അറിയാമല്ലോ, ആവി തട്ടിയിട്ട് വെള്ളം ഈർപ്പം ഉണ്ടാവും. ആ ഈർപ്പം ഒട്ടും തന്നെ കൽത്തപ്പത്തിലേക്ക് വീഴരുത് കേട്ടോ. വീഴാതെ പതുക്കെ എടുത്ത് മാറ്റി, എന്നിട്ട് ഉടനെ തന്നെ ഒരു ടിഷ്യോ അല്ലെങ്കിൽ ഒരു തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും ക്ലോസ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാനുള്ളത്. എന്നിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം നല്ലപോലെ ചൂടാറുന്ന വരെ നമുക്ക് ഈ ഒരു ബർണറിൽ തന്നെ വെച്ചിട്ട് അവിടെ നിന്ന് നീക്കരുത് കേട്ടോ. കാരണം ഇനിയും ഇതിൻ്റെ ഉള്ളൊന്ന് സെറ്റായി കിട്ടാനുണ്ട്. നമ്മൾ 15 മിനിറ്റ് ആകുമ്പോൾ വെന്തെന്ന് വിചാരിക്കും, എന്നാലും മൊത്തത്തിലൊരു ടോട്ടൽ സെറ്റാവാൻ സമയം എടുക്കും. കാരണം നമ്മളിത് മുകളിൽ ദമ്മിട്ടിട്ടൊന്നും ചെയ്യുന്ന പ്രോസസ്സൊന്നും അല്ലല്ലോ, ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലല്ലല്ലോ ചെയ്യുന്നത്. സിമ്പിളായിട്ട് എന്നാൽ ടേസ്റ്റി ആയിട്ട്, അങ്ങനെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എന്താക്കണം, അതിനനുസരിച്ച് ക്ഷമ വേണം കേട്ടോ. അങ്ങനെ ഇതുപോലെ അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഞാൻ കട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ പതുക്കെ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിങ്ങ് കിട്ടിക്കോളും. സൈഡൊക്കെ കണ്ടില്ല, നല്ല മുല മൊരിഞ്ഞ് സെറ്റായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ 100% ഒരിക്കലും പറയില്ല, കാരണം നമ്മൾ മുകളിൽ കണലിട്ട് ചെയ്യുന്ന പ്രോസസ്സോ അതൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ 100% എന്ന് പറയില്ല, പക്ഷേ ടേസ്റ്റ് 100% സെയിം തന്നെയാണ് കേട്ടോ. ആ ഒരു കാണാൻ ചെറിയ ലുക്കിൽ ചിലപ്പോൾ മുകൾ ഭാഗത്ത് എന്തെങ്കിലും മാറ്റമൊക്കെ നിങ്ങൾക്ക് തോന്നാം. കാരണം നമ്മൾ കുക്കറിലും അല്ലെങ്കിൽ കണലിട്ടിട്ടും അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നാലും നിങ്ങൾക്ക് ഇതന്നെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ല. നല്ല ഈ ഒരു ആര് കാണുമ്പോഴാണല്ലേ നമുക്ക് കൽത്തപ്പം റെഡിയാക്കി കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം വരിക. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നമുക്ക് നമ്മുടെ എന്താ പറയുക, വീട്ടിനുള്ളിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് കാണിച്ചു തന്നേനു. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ആര് കണ്ടില്ല, എല്ലാ ഭാഗത്തേക്കും ആര് വന്നിട്ടുണ്ട്. അങ്ങനെ വരാതെ ഇരുന്നിട്ട് ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്